ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും താരായവരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ആഫ്രിക്കൻ്റെ കുറേ നല്ല നല്ല പെയറുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും DNA ഉള്ള പെയറുകളാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കോഡ് പോകുന്നത് D1 D2 എന്നുള്ള കോഡിലാണ് പോകുന്നത്. നമുക്ക് D1 വരുമ്പോഴത്തേക്കും 8 മാസം പ്രായമുള്ള ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ്റെ പെയറാണ്. രണ്ടുപേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. ഇതിനകത്ത് ഫീമെയിൽ ബേർഡ് ബ്ലൂ സ്പ്ലിറ്റാണ്. ഇനി ഒരു 4 മാസം കൂടെ കഴിയുമ്പോൾ ഇവന്മാർ ബ്രീഡാവും. D1 ആണ് കോഡ് വരുന്നത്. ഈ പെയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും 2200 രൂപയാണ് പ്രൈസ് വരുന്നത്. രണ്ടുപേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. 2200 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള പെയറാണ്. അതുപോലെ തന്നെ ഇന്ന് 2 പെയർ ഒരുമിച്ചുള്ള ബാച്ചുകളും വരുന്നുണ്ട്. DNA ഉള്ള ബാച്ചുകളാണ് വരുന്നത്. തുടക്കക്കാർക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ബാച്ചുകളാണ് വരുന്നത്. അപ്പോൾ 4 ബേഡ് എടുക്കുമ്പോഴത്തേക്കും 2 പെയറായിരിക്കും അതിന് DNA ഉണ്ടാവും. ഒറ്റ കൂട്ടിലിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ബ്രീഡിംഗ് ടൈം ആകുമ്പോഴത്തേക്കും പ്രത്യേക കേജിലോട്ട് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, D1ൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും 2200 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിന്ന് D2 വരുമ്പോഴത്തേക്കും 3 പെയറാണ്. 6 പേരും ഫിഷർ ബേർഡാണ്. ഇതിനകത്ത് ലൂട്ടിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് 3 പേരുണ്ട്. ഗ്രീൻ ഫിഷർ 2 പേരുണ്ട്. ഒരു ബ്ലൂ പൈഡുണ്ട്. 6 പേർക്കും DNA കാർഡുണ്ട്. അതായത് 3 മെയിലും 3 ഫീമെയിലും. തുടക്കക്കാർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ബാച്ചാണ്. അപ്പം നമ്മളൊരു ചെറിയ ഫ്ലൈലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ഇപ്പം തന്നെ സെറ്റായ പെയറുകളാണ് നമ്മൾ 6 പേര് പിടിച്ചിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ ഇവന്മാരെ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു കേജിലിടുമ്പോഴത്തേക്കും പെയറായിട്ട് ഇവന്മാർ തിരിയും. ബ്രീഡിങ് ടൈം ആകുമ്പോഴത്തേക്കും മാത്രം ചെറിയ കേജിലോട്ട് മാറ്റി കൊടുത്താൽ മതി. 2.5 1.5 കേജിലൊക്കെ ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ബേഡുകളാണ് ആഫ്രിക്കൻ ലവ് ബേഡുകൾ. മൊത്തത്തിൽ 6 പേരാണ്. D2 ആണ് കോഡ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 3200 രൂപയാണ് പ്രൈസ് വരുന്നത്. 6 പേർക്കും DNA കാർഡും അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു ഓഫറാണിത്. കാരണം നമ്മൾ പെയറായിട്ട് വാങ്ങുന്നെങ്കിൽ തന്നെ ഏകദേശം 1200 1300 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ 6 പേർക്കും കൂടെ ഇന്ന് റേറ്റ് വരുന്ന DNA ഉള്ള 6 ബേഡിനും റേറ്റ് വരുന്നത് 3200 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിന്ന് D3 വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ പൈഡ് മെയില്, ഗ്രീൻ ഫിഷർ ഫീമെയിലുമാണ്. 2 പേരുടെയും ക്വാളിറ്റി നോക്കിയാൽ കിടുക്കാച്ചി ക്വാളിറ്റിയാണ്. അതായത് പൈഡർ ഹെവി പൈഡാണ്. 2 പേർക്കും DNA കാർഡും അവൈലബിൾ ആയിട്ടുള്ള പെയറാണ്. ഏകദേശം 7 മാസത്തോളം പ്രായമായിട്ട് 1400 രൂപയാണ് പ്രൈസ് വരുന്നത്. പെയറിന് 1400 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂടെ നമുക്കിന്ന് D3 വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ മെയില്, ബ്ലൂ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ. 2 പേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. 7 മാസമാണ് പ്രായം വരുന്നത്. $2200 രൂപയാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുന്നത്. ഒപ്ലൈൻ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ മെയില്, ബ്ലൂ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ. 2 പേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. 2200 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂടെ നമുക്കിന്ന് D5 വരുമ്പോഴത്തേക്കും പീച്ച് വൈസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിനകത്ത് ബ്ലൂ പൈഡ് ഫീമെയിൽ, വയലറ്റ് പീച്ച് മെയിലും. 2 പ്രാവശ്യം ബ്രീഡായിട്ടുള്ള പെയറാണ്. ആ പൈഡിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കി എന്ത് ഭംഗിയെന്ന് നോക്കി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന
ആൾക്കാർക്ക് ഈ ഒരു പെയർ എടുക്കാം. പ്രൈസ് വരുമ്പോഴത്തേക്കും 1000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 1000 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. നമുക്കിന്ന് D6 വരുമ്പോഴത്തേക്കും കൊബാൾട്ട് ഫിഷർ മെയില്, പാർബ്ലൂ ഫിഷർ ഫീമെയിൽ, രണ്ടുപേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. 1400 രൂപയാണ് പ്രൈസ് വരുന്നത്. കൊബാൾട്ട് ഫിഷർ മെയില്, പാർബ്ലൂ ഫിഷർ ഫീമെയിൽ. ആ കൊബാൾട്ട് ഫിഷറിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്. 1400 രൂപയാണ് പ്രൈസ് വരുന്നത്. DNA കാർഡുണ്ട്, രണ്ടുപേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് D7 വരുമ്പോഴത്തേക്കും ആൽബിനോ ഫിഷർ ഫീമെയിൽ, അതുപോലെ തന്നെ ലൂട്ടിനോ ഫിഷർ മെയിൽ, 7 മാസം പ്രായം, രണ്ടുപേർക്കും DNA കാർഡ് അവൈലബിൾ ആണ്. 2000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ബേഡിന് DNA എടുക്കാനായിട്ട് 100 രൂപ ചിലവുണ്ട്. അത് തന്നെ 2 ബേഡിന് DNA എടുക്കാൻ 200 രൂപ ചിലവ്. പിന്നെ അതിൻ്റെ കാലിലിടുന്ന റിങ്, ഒരു റിങ്ങിന് ഏകദേശം 16 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മൾ DNA എടുത്ത് തരുന്ന പേരുകൾ നിങ്ങൾക്ക് ലാഭകരം ആണെങ്കിൽ നിങ്ങൾ എടുക്കുക. പിന്നെ മാക്സിമം DNA ഉള്ള പേരുകൾ എടുത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവന്മാരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെയിലും തന്നെ പെയർ പോലെ ഇരിക്കും, അതുപോലെ തന്നെ ഫീമെയിലും തന്നെ പെയർ പോലെ ഇരിക്കും. നമ്മളത് പെയറാണെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കും. അപ്പോൾ മാക്സിമം കൂട്ടുകാർ DNA ഉള്ള പെയറുകൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ D7 പ്രൈസ് വരുമ്പോഴത്തേക്കും 2000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് D8 വരുമ്പോഴത്തേക്കും വൈറ്റ് ബുള്ളിൻ്റെ 7 മാസമായ പെയറാണ്. വൈറ്റ് ബുള്ള് നേരത്തെയൊക്കെ ആരൊക്കെയോ നമ്മളടുത്ത് വിളിച്ച് ചോദിച്ചതായിട്ട് നമുക്ക് ഓർമ്മ വരുന്നു. പക്ഷേ ആൾ നമുക്ക് അത്ര പിടിയില്ല, കാരണം മാസങ്ങൾക്ക് മുമ്പെയാണ് ചോദിച്ചത്. ഇതിപ്പോൾ 7 മാസമായ പെയറാണ്, DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള പെയറാണ്. വൈറ്റ് ബുള്ള് നമുക്ക് ആൽബിന് ഫിഷറിനെ പോലെയാണ്, പക്ഷേ ഭംഗി, എൻ്റെ അഭിപ്രായത്തിൽ ഭംഗി കൂടുതൽ വൈറ്റ് ബുള്ളിനാണ്. ആൽബിനേക്കാളും ഭംഗി കൂടുതൽ വൈറ്റ് ബുള്ളിനാണ്. അപ്പോൾ ഈ ഒരു പെയറിൻ്റെ അകത്ത് പ്രൈസ് വരുമ്പോഴത്തേക്കും 1700 രൂപയാണ് പ്രൈസ് വരുന്നത്. രണ്ടുപേർക്കും DNA കാർഡ് ഉള്ള പെയറാണ്. 1700 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് D9 വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ്റെ 7 മാസം പ്രായമുള്ള പെയറാണ്. രണ്ടുപേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. 2200 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ്. ബേഡിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഒരു 4 മാസം കൂടെ കഴിയുമ്പോൾ ബ്രീഡാവും. DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള പെയറാണ്. 2200 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് D10 വരുമ്പോഴത്തേക്കും ഫിഷർ ബാച്ചാണ്. ഫിഷർ ബാച്ചിൽ 3 പെയറാണ്. ഇതിനകത്ത് 3 മെയിൽ 3 ഫീമെയിൽ. ഇതിനകത്ത് ഒരാൾ ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പൈഡ്, ഗ്രീൻ ഫിഷർ പൈഡ് ഒരാളുണ്ട്. യൂവിങ്, അതായത് ഫിഷർ യൂവിങ് 2 പേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ 2 പേർ. മൊത്തത്തിൽ 6 പേരടങ്ങുന്ന ബാച്ചാണ്. 6 പേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. അതായത് 3 പെയർ 3200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഷോപ്പുകാർക്കൊക്കെ നല്ല ലാഭം കിട്ടുന്ന ഒരു ബാച്ചായിരിക്കും. നേരത്തെ ഞാൻ കഴിഞ്ഞ
നേരത്തെ ഒരു വീഡിയോയിലും കാണിച്ചിരുന്നു. ഇപ്പോൾ ഷോപ്പിലൊക്കെ നമുക്ക് DNA ഉള്ള പെയറുകളെ കൊടുക്കാൻ കഴിയും. ഇവർക്ക് 6 പേർക്കും DNA ഉള്ളതാണ്. 3200 രൂപയാണ് പ്രൈസ്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഞാൻ തമ്പനയിൽ പറഞ്ഞിരുന്ന പെയർ. വെറും 200 രൂപ മാത്രമാണ് ഈ പെയറിൻ്റെ വില വരുന്നത്. ഇതിനകത്ത് ബേഡുകൾക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വില വരുന്നത് കേട്ടോ. അതായത് ആ യൂവിങ് ഒപ്ലൈന് കാല് സ്ലൈഡിങ് ആണ്. അതുപോലെ തന്നെ പാർബ്ലൂ ഫിഷറിന് ഒരു കാല് കട്ടായ ബേഡാണ്. ആ പാർബ്ലൂവിന് DNA കാർഡുണ്ട്, അത് മെയിൽ ബേഡാണ്. ഓപ്ലൈൻ ഫീമെയിലുമാണ്. നമുക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് അതിലൊരു എന്താ പറയുക, ഒരു കാര്യപരമായിട്ട് ബേഡിനെ നോക്കണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ബേഡിനെ കയറ്റി വിടണമെങ്കിൽ കേജ് ഉണ്ടാക്കാൻ ഏകദേശം 100 രൂപ ചിലവ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു പാർബ്ലൂ ബേഡിന് നമ്മളത് കാല് ശ്രദ്ധിക്കാതെ DNA എടുത്തിട്ടുണ്ട്. അത് മെയിൽ ബേഡാണ്. അപ്പോൾ ഒരു പെറ്റ്സിനെയൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ബേഡിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു എന്താ പറയുക, നല്ല ലാളിച്ച് നോക്കുന്നവർക്ക് ഈ ഒരു പെയറിനെ എടുക്കാം. വെറും 200 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നിങ്ങൾക്ക് 300 രൂപ വരും. മൊത്തത്തിൽ 500 രൂപ ചിലവ് വരും. എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കാം. അപ്പോൾ കൂട്ടുകാർ, ഇന്ന് കാണിച്ച ഏതെങ്കിലും പെയറുകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡുകളെ ഹോൾഡ് ചെയ്യുള്ളൂ. സൺഡേയിലെ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട്. അതുപോലെ ചാനൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ആ യൂവിങ് ഒപ്പലൻ കിടിലം ക്വാളിറ്റി ഉള്ള ബേഡാണ്. പക്ഷേ എന്ത് ചെയ്യാം, കാല് സ്ലൈഡിങ് ആണ്. ഇത് ഇവർ ബ്രീഡാവുമെന്ന് എന്നുള്ള ഉറപ്പൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം മാറ്റാവാൻ കഴിയുമോ, ഫീമെയിൽ ബേഡ് ഓപ്ലൈൻ ബേഡിന് സ്ലൈഡിങ് ആണ്. മെയിൽ ബേഡിന് പ്രോബ്ലം ഇല്ല. ബ്രീഡാവാൻ സാധ്യതയുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.